Good morning to all. Welcome to SAC ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയത് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്റർ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും ആണ് നോക്കിയത്. പിന്നെ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്ന ഒരു ടേം നോക്കി. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷനാണ് നോക്കേണ്ടുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നോക്കേണ്ടുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഐഡൻറ്റിഫൈയിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ബിസിനസ്സിൻ്റെ വേരിയസ് ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. The identification of business opportunities is possible only through proper awareness of the environment. നമുക്ക് നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ ബിസിനസ് സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ട്, നല്ലൊരു നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Early identification of opportunities helps an enterprise to be the first to exploit them instead of losing them to competitors. അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന അതേ ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടായിരിക്കും. അത് ആർക്ക് വേണമെങ്കിലും ആ ഓപ്പർച്യൂണിറ്റിയെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്, ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എൻവയോൺമെൻറ്റിനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അത് അസസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, മനസ്സിലാക്കുകയും അത് നമ്മുടെ ബിസിനസ്സിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ മുൻകൂട്ടി തന്നെ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അതിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. ഇനി ഓപ്പർച്യൂണിറ്റീസ് പോലെ തന്നെ നമുക്ക് ഒരുപാട് ത്രെഡ്സും നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ത്രെഡ്സ് മീൻസ് നമ്മുടെ മുന്നിലുള്ള എന്താണ്, അവസരങ്ങളല്ല, നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലായ്പ്പോഴും അവസരങ്ങൾ തന്നെ ഉണ്ടാവണം എന്നില്ല, നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുന്നത് വഴി അല്ലെങ്കിൽ അതിനെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്ത് നമ്മൾ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറഞ്ഞില്ലേ ഇന്നലെ, അപ്പോൾ അത്തരത്തിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ചെയ്യുന്നത് വഴി നമുക്ക് മുൻകൂട്ടി തന്നെ എന്താണ് വാർണിംഗ് സിഗ്നൽ കിട്ടും എന്നാണ്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റിനെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ കുറിച്ച് മുൻകൂട്ടി നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു അറിവ് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ നമുക്ക് മുന്നിലുള്ള ത്രെഡ്സിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ബിസൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ്, എൻവയോൺമെൻറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് മെനി ത്രെഡ്സ്. Threats refers to environmental changes that will hinder a firm's performance. ത്രെഡ്സ് മീൻസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ അവസരങ്ങൾ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ത്രെഡ്സ് അങ്ങനെയല്ല, നമ്മളെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ പെർഫോമൻസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടെ താഴേക്ക് ഡൗൺവേർഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. സോ എൻവയോൺമെൻറ്റൽ അവയർനെസ് ഹെൽപ്സ് മാനേജേഴ്സ് ഐഡൻറ്റിഫൈ വേരിയസ് ത്രെഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയസ് ത്രെഡ്സുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇറ്റ് പ്രൊവൈഡ്സ് ദ ബിസിനസ് ഏർലി വാർണിംഗ് സിഗ്നൽസ് ടു പ്ലാൻ ഇറ്റ്സ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അത്തരത്തിൽ നമ്മൾ ത്രെഡ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും നമ്മുടെ ആ ഒരു ത്രെഡ്സിനെ മറികടന്നുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാനും സാധിക്കും. മീൻസ് ആ ഒരു ത്രെഡ് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്.
അതായത് നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ വേരിയസ് ഇൻപുട്സ് റിസോഴ്സസുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് തന്നെയാണ് നമ്മുടെ റിസോഴ്സസുകളുടെ എന്തെന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, വാട്ടർ, ഇലക്ട്രിസിറ്റി, ലേബർ, ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ടുകളെല്ലാം നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നു. സോ നമ്മളിൽ നിന്നും എന്താണ്, നമ്മുടെ സൊസൈറ്റി അല്ലേ, ഔട്ട്പുട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ തിരിച്ച് ആരിലേക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നുണ്ട്, സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഔട്ട്പുട്ട്സ്. അത് ഏത് ഫോമിലായിരിക്കും, ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് കൊടുക്കും, കസ്റ്റമേഴ്സിന്, ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കും, നമ്മുടെ ഫിനാൻഷ്യൽസിന് അവർ നമുക്ക് വേണ്ടി തന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ തന്ന ഫണ്ട് നമ്മൾ അവർക്ക് അത് തിരിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് എവിടെയാണ്, ബിസിനസ് എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ റിസോഴ്സസുകൾ, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ്, വേരിയസ് റിസോഴ്സസുകൾ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് പോലെ, ഇൻപുട്സ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് എടുത്താൽ തിരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടേക്ക് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്, സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ്, കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. നമ്മൾ ഇന്നലെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഹൈലി ഡൈനാമിക് ആണ്, അതായത് ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. സോ നമുക്ക് അത്തരത്തിൽ ഇതിൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ആ റാപ്പിഡ് ചേഞ്ച്, പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ടുഡേയ്സ് എൻവയോൺമെൻറ്റ് ഈസ് ഹൈലി ഡൈനാമിക്, ചേഞ്ചിങ് മാർക്കറ്റ് കണ്ടീഷൻസ്, ബ്രാൻഡ് ലോയാലിറ്റി, ഡിവിഷൻ ഓഫ് മാർക്കറ്റ്, ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജി എക്സെട്ര ആർ ജസ്റ്റ് എ ഫ്യൂ ഫീച്ചേഴ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്രസൻറ്റ് ഡേ ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പം ഈ പറയപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം, ബ്രാൻഡ് ലോയാലിറ്റി ആയാലും മാർക്കറ്റ് ഡിവിഷൻസ് ആയാലും ടെക്നോളജി ആയാലും, ഇതെല്ലാം ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ആ ചേഞ്ചിനനുസരിച്ച് നമ്മൾ, അതായത് ബിസിനസ് മാറുക എന്നുള്ളതാണ്. ഒരിക്കലും എൻവയോൺമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒബ്ജക്ട്സിനോ ഗോൾസിനോ അനുസരിച്ച് ഒരിക്കലും എൻവയോൺമെൻറ്റ് മാറില്ല. ആ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് എന്താണോ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യുക, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. സോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് മോണിറ്റർ ചെയ്യുന്നത്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ, ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന പ്ലാനിങ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ അതിന് എന്താവശ്യമാണ്, ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. എൻവയോൺമെൻറ്റ് മോണിറ്ററിംഗ് ഗീവ്സ് വൈറ്റൽ ഇൻഫർമേഷൻ which can be taken as the business for deciding the future course of action. That means planning or framing guidelines for decision making. കാരണം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം എന്തായാലും മുൻകൂട്ടി തീരുമാനിച്ചേ പറ്റൂ. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുകയല്ല, നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫ്യൂച്ചർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില അസംഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ, നമുക്ക് വേണ്ടുന്ന പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വേരിയസ് ഇൻഫർമേഷൻസ് കിട്ടണം. ആ ഇൻഫർമേഷൻസിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ്, നമുക്ക് വേണ്ടുന്ന വേരിയസ് ഇൻഫർമേഷൻസ് ലഭിക്കും. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കണമെങ്കിൽ, നമുക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് വേണമെങ്കിൽ, നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവണമെങ്കിൽ എല്ലാം തന്നെ എന്തിൻ്റെ ആവശ്യകതയുണ്ട്, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറയാം. എൻവയോൺമെൻറ്റൽ അണ്ടർസ്റ്റാൻഡിങ് റിയലി മേക്സ് എ ഡിഫറൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ദ ഫ്യൂച്ചർ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഈസ് വെരി മച്ച് ലിങ്ക്ഡ് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി എൻവയോൺമെൻറ്റ്. അല്ലേ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് തന്നെയാണ്
എന്തെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ദ സക്സസ് ഓഫ് ദ ബിസിനസ് ഈസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള മാറ്റം വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ചേഞ്ചസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ സക്സസ് ആവാൻ സാധിക്കത്തുള്ളൂ. സോ ദോസ് എൻ്റർപ്രൈസ് വിച്ച് കണ്ടിന്യൂസ്ലി മോണിറ്റർ ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് അഡോപ്റ്റ് സ്യൂട്ടബിൾ പോളിസീസ് ആൻഡ് ബിസിനസ് പ്രാക്ടീസ് വിൽ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അപ്പം ഏത് തരത്തിലുള്ള എൻ്റർപ്രൈസിനായിരിക്കും അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? അവരെന്ത് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ എൻവയോൺമെൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതിനനുസരിച്ച് മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്ത് അവരതിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് അവരുടെ ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ അവർക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനും സാധിക്കൂ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് എന്ന് നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ മൈക്രോ എന്നും മാക്രോ എന്നും ക്ലാസിഫൈ ചെയ്തു. അതിൽ മാക്രോ എൻവയോൺമെൻറ്റിനകത്ത് നമ്മൾ കുറേയധികം ഫാക്ടേഴ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ലീഗൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ദ ഡയമെൻഷൻസ് ഓർ ഫാക്ടേഴ്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് ലീഗൽ കണ്ടീഷൻസ്. Influence of these factors are very relevant in decision making process and for improving the performance of a business enterprise. അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ്, ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് എല്ലാമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത്തരത്തിലുള്ള മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ്സിനെ വളരെയധികം രീതിയിൽ ഇക്കണോമിക് പോളിസീസ്, ഇക്കണോമിക് സിസ്റ്റം, കോർപ്പറേറ്റ് പ്രോഫിറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ടാക്സ് റേറ്റ് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുമ്പം അതിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ വരും? ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഓരോ എക്കണോമിയുടെയും കണ്ടീഷൻ, ഓരോ എക്കണോമിയുടെയും അവരുടെ പോളിസീസ്, അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ് റേറ്റ്, അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം തന്നെ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്, എക്കണോമിക് പോളിസി ഓഫ് ദ ഗവൺമെൻറ് മേ ഫേവറബിളി അഫക്ട് സർട്ടൺ കാറ്റഗറി ഓഫ് ബിസിനസ് while it may adversely affect others. Recent economic reforms have very much influenced business organizations. ഇനി എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്നത് വേരിയസ് എക്കണോമിക് പോളിസീസ് ഉണ്ട്. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ പോളിസി 1991. അത് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ഇൻഡസ്ട്രീസിന്, ചില ബിസിനസ്സിന് എന്തായിരിക്കും ഫേവറബിൾ ആണെങ്കിൽ മറ്റ് ചില ഇൻഡസ്ട്രീസിന്, മറ്റ് ചില ബിസിനസ്സിന് അത് അൺഫേവറബിൾ ആയിരിക്കും. എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് പോളിസി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എക്കണോമിക് പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി 1991 തന്നെ കുറേയധികം ലൈസൻസിങ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. കുറേയധികം ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈസൻസിങ്ങിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും കുറച്ചധികം ഇൻഡസ്ട്രീസിൽ ലൈസൻസിങ് ഉണ്ട്. ലൈസൻസിങ് കോട്ട ഈ പോലെയുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി 1991 വന്നിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള എക്കണോമിക് പോളിസീസ്, ഏത് എക്കണോമിക് പോളിസീസ് ആയാലും ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഏത് എക്കണോമിക് പോളിസീസ് ആയാലും സെർട്ടൺ കാറ്റഗറി ഓഫ് ബിസിനസ്സിനെ അത് ഫേവറബിളായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, സെർട്ടൺ കാറ്റഗറി അത് എന്തായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അഡ്വേഴ്സ്ലിയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റം ഓരോ രാജ്യത്തിൻ്റെയും കണ്ടീഷൻസ് അനുസരിച്ച് ഡിഫറൻ്റ് ആണ്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും എക്കണോമിക് സിസ്റ്റം നമ്മൾ ക്യാപിറ്റലിസം, സോഷ്യലിസം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് എൻ്റർപ്രൈസസിനായിരിക്കും. പക്ഷേ സോഷ്യലിസം എന്ന് പറയുമ്പോൾ അവിടെ കുറേയധികം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ബിസിനസ്സിൽ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം അല്ലെങ്കിൽ വളരെയധികം ഡിഫറൻ്റായിട്ട് നിൽക്കുന്ന രണ്ട് എക്കണോമിക് സിസ്റ്റംസ് ആണ്.
So scanning the economic environment helps business enterprise to take advantage of these situations. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ നിലനിൽക്കുന്ന ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്ത് അനലൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അതിന് വേണ്ടുന്ന ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നെക്സ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റ്, സാമൂഹിക പരിസ്ഥിതി. Social environment explain the features of the society or social factors where the organization exists. എല്ലാ ഓർഗനൈസേഷനും നിലനിൽക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്, അല്ലാതെ ഇപ്പോൾ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവരുടെ ഒരു സൊസൈറ്റിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ സൊസൈറ്റിയിലെ വേരിയസ് സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ്? Attitude of people, cultural heritage, customs and belief of people, literacy rate, educational system, mobility of population, etc. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു ബിസിനസ് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സൊസൈറ്റിയിലെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് നോക്കണം, അല്ലേ? അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കണം. ഓരോരുത്തരുടെയും റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റംസും ബിലീഫും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൺസേൺഡ് റിലീജിയനിൽപ്പെട്ട ആൾക്കാരുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ആ ബിസിനസ് തുടങ്ങേണ്ടത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. അത് നമ്മൾ ഇന്നലെയും കുറേ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ടെക്നോളജിയും ഫാഷൻ ഇൻഡസ്ട്രിയുമാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് advancement in technology rendered several conventional production process obsolete with new and improved method of production. Several new products with value added service are new available. അതായത് നമുക്കറിയാമല്ലോ, നമ്മുടെ ടെക്നോളജി മാറിക്കൊണ്ട് വരുമ്പോൾ ടെക്നോളജി അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഓൾഡായിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആ ഓൾഡായിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം ഒബ്സൊലൈറ്റ് ആയിട്ട് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ട് പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള പ്രോഡക്റ്റുകളായിരിക്കും, ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പ്രൊഡക്ഷൻ മേഖലയിൽ മീൻസ് ബിസിനസ്സിൽ തന്നെ പ്രൊഡക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് മെഷീൻസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പണ്ട് കാലത്തെ പോലെ പണ്ടെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ ലേബർ ഇൻറ്റൻസീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കൂടുതലും നമുക്ക് ലേബർ ഫോഴ്സിനെ ആവശ്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആയതിനു ശേഷം ഇന്നത്തെ സാഹചര്യം കൂടുതലും ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. കാരണം ലേബേഴ്സിൻ്റെ ആവശ്യകത അവിടെ അധികം ഉണ്ടാകുന്നില്ല. കൂടുതലും മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻസ് നടത്തുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇപ്പം മൊബൈൽ ഫോൺസിൻ്റെ കാര്യത്തിലായാലും കമ്പ്യൂട്ടേഴ്സ്, ഫാഷൻ ഇൻഡസ്ട്രീസ് എല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുണ്ടാകുന്ന ടെക്നോളജി ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ വളരെയധികം രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ചേഞ്ചസിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കൺവെൻഷണൽ ഫോട്ടോഗ്രാഫി വാസ് റീപ്ലേസ്ഡ് ബൈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി. വി ഹാവ് ന്യൂ മൊബൈൽ ഫോൺസ് വിത്ത് ന്യൂമറസ് ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. മുൻപുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫി അല്ല, ഇപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ്, അല്ലേ? അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിനകത്ത് എത്ര രീതിയിലുള്ള ന്യൂമറസ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ മൊബൈൽ ഫോണുകൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. So next one, political environment. The political environment include the political practice and their ideology, type of government, stability policy towards business etc. ഇപ്പം പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ഐഡിയോളജി, ഓരോ ഗവൺമെൻറ്റിൻ്റെയും ടൈപ്പ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ എത്രമാത്രം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. എല്ലാവരുടെയും ഐഡിയോളജീസ് ഒരുപോലെയാണ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരിക്കുന്ന സമയത്തും ഓരോ രീതിയിലാണ് എന്തെന്ന് പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓൾ ദീസ് ഫീച്ചേഴ്സ് ഹാവ് ഫോർ റീച്ചിങ് ഇമ്പാക്റ്റ് ഓൺ ദ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെയും അതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുമെന്ന് ഉള്ളതാണ്.
അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഗേവ് മൊമെൻറ്റം ടു ദ എൻട്രി ഓഫ് മൾട്ടിനാഷണൽസ് ഇൻറ്റു ഇന്ത്യ ഇൻ എ ബിഗ് വേ. അപ്പം 1991 ഇൻഡസ്ട്രിയൽ പോളിസി വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലേക്ക് മൾട്ടിനാഷണൽസിൻ്റെ എൻട്രീസ് വന്നു. അതുപോലെ തന്നെ ഒരുപാട് ലൈസൻസിങ് ഒക്കെ നമ്മൾ ഒത്തിരി അബോളിഷ് ചെയ്തു. ഒരുപാട് ലൈസൻസിൽ നിന്നും കോട്ടയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇൻഡസ്ട്രിയൽ പോളിസിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ സോഷ്യൽ ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ഇൻ ദി പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. ഓരോ പൊളിറ്റിക്കൽ ഇത് മാറി വരുന്നതനുസരിച്ച് ഓരോ രീതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എംപവറിംഗ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗേവ് എ ബൂസ്റ്റ് ടു സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, ഇപ്പം എംപവറിംഗ് പഞ്ചായത്തി രാജിൻ്റെ എംപവറിംഗ് കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? കൂടുതലും എന്തിന്? റൂറൽ ഏരിയസിലെ കോട്ടേജ് ഇൻഡസ്ട്രീസിനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് അടുത്തൊരു മാറ്റമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ലാസ്റ്റ് വൺ, ലീഗൽ എൻവയോൺമെൻറ്റ്. It includes various legislations passed by the central and state governments, court judgments, as well as the decisions rendered by various commissions and agencies at central and state or local level. അതായത് ലീഗൽ എൻവയോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് നടത്തുന്ന പുതിയ ഓരോ ലെജിസ്ലേഷൻസ്, അതുപോലെ തന്നെ ലോക്കൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, സെൻട്രൽ ലെവലിൽ ഉള്ള ഏജൻസീസ് അല്ലെങ്കിൽ കമ്മീഷൻസ് കൊണ്ടുവരുന്ന പുതിയ ഡിസിഷൻസ് ഒക്കെ നമ്മുടെ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ലീഗൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ആക്ട്, പിന്നെന്താ പാർട്ട്ണർഷിപ്പ് ആക്ട് 1930, അതുപോലുള്ള ഓരോ ആക്റ്റുകൾ ഒക്കെ വരുന്നതെന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ലീഗൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റ് ആയാലും, സോഷ്യൽ എൻവയോൺമെൻറ്റ് ആയാലും, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആയാലും, ലീഗൽ എൻവയോൺമെൻറ്റ് ആയാലും, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആയാലും, ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ രീതിയിലും, പല രീതിയിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം മാറ്റങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു ക്ലാസിഫിക്കേഷനിൽ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ എന്താണ്? ബിസിനസ്സിൻ്റെ ഔട്ട് ഓഫ് കൺട്രോളിൽ നിൽക്കുന്നതാണ്. ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, ബിസിനസ്സിന് ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല. ഈ ലീഗൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മുടെ ബിസിനസ്സിന് പോയിട്ട് അത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, നമുക്ക് ഓൾട്ടർ ചെയ്യാനും സാധിക്കുന്നതല്ല. അത്തരത്തിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ബിസിനസ്സിനെ വളരെയധികം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനെ ഒരിക്കലും ബിസിനസ്സിന് ഓൾട്ടർ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കുന്നതും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.